നമസ്കാരം. അടുത്ത ദിവസം നിങ്ങൾ പെട്രോൾ പമ്പിൽ ചെല്ലുമ്പോൾ അവിടെ പെട്രോളിൻ്റെ വില എത്രയാണെന്ന് ചോദിച്ചറിയുക. അതിനുശേഷം അടുത്ത പമ്പിലേക്ക് പോവുക, അവിടുത്തെ വിലയും അറിയുക. വീണ്ടും 1-2 പമ്പുകളിൽ കൂടി പോയി അവിടുത്തെ വിലയും അറിയുക. എന്തു മനസ്സിലായി? വിലയിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? ഉണ്ടാവില്ല. ഏറിയാൽ 1-2 പൈസയുടെ വ്യത്യാസം എവിടെയെങ്കിലും കണ്ടേക്കാം. പമ്പ് ഹിന്ദുസ്ഥാൻ പെട്രോളിയത്തിൻ്റെ ആകട്ടെ, ഭാരത് പെട്രോളിയത്തിൻ്റെ ആകട്ടെ, ഇന്ത്യൻ ഓയിലിൻ്റെ ആകട്ടെ, റിലയൻസിൻ്റെ ആകട്ടെ, എല്ലായിടത്തും ഒരേ വില. എന്താണിതിന് കാരണം? നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? നിയമവിരുദ്ധമായ യാതൊരു ഇടപെടലും ഇതിന് പിന്നിലില്ല എന്നതാണ് യാഥാർത്ഥ്യം. ഇതൊരു മൗനധാരണയാണ്. സാമ്പത്തിക ശാസ്ത്രത്തിൽ ഇതിനെ ടാസിറ്റ് കോർഡിനേഷൻ എന്നും ഒലിഗോപൊളിസ്റ്റിക് ഇൻ്റർഡിപ്പെൻഡൻസ് എന്നുമൊക്കെ വിളിക്കും. വിപണി ഭരിക്കുന്നത് വിരലിലെണ്ണാവുന്ന വമ്പൻ കമ്പനികൾ മാത്രമാണെങ്കിൽ വില നിശ്ചയിക്കുന്നതിന് അവർക്കിടയിൽ രഹസ്യ മീറ്റിങ്ങുകളുടെ ഒന്നും ആവശ്യമില്ല. അവർ പരസ്പരം നിരീക്ഷിക്കുന്നു, അത്രമാത്രം. 150 വർഷങ്ങൾക്ക് മുമ്പ് ജോൺ ഡി റോക്കഫെല്ലർ എന്നൊരു മനുഷ്യനാണ് ഈ തന്ത്രം മെനഞ്ഞെടുത്തത്. അദ്ദേഹം അന്ന് മെനഞ്ഞെടുത്ത രീതികൾ ഇന്നും ലോക വിപണിയുടെ ഗതി നിയന്ത്രിക്കുന്നു. ജോൺ ഡി റോക്കഫെല്ലർ എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന ജോൺ ഡേവിഡ് റോക്കഫെല്ലർ, ചരിത്രത്തിൽ തന്നെ ഏറ്റവും വലിയ ധനികൻ. ഇന്നത്തെ കണക്കിൽ $400 ബില്യൺ വരും അദ്ദേഹത്തിൻ്റെ ആസ്തി. അന്നത്തെ അമേരിക്കൻ സമ്പദ് വ്യവസ്ഥയുടെ 2% നിയന്ത്രിച്ചിരുന്നത് ഈ ഒരൊറ്റ മനുഷ്യനായിരുന്നു. അതിൻ്റെ വ്യാപ്തി ഒന്ന് സങ്കല്പിച്ച് നോക്കൂ. റോക്കഫെല്ലറുടെ യഥാർത്ഥ പൈതൃകം അദ്ദേഹത്തിൻ്റെ പണമല്ല, അദ്ദേഹം ചിട്ടപ്പെടുത്തിയ സിസ്റ്റമാണ്. ആമസോണും ഗൂഗിളും റിലയൻസും അദാനിയും എന്തിനും ബാങ്കുകളും ഫാർമ കമ്പനികൾ പോലും ഇന്നും പ്രവർത്തിക്കുന്നത് അദ്ദേഹം ചിട്ടപ്പെടുത്തിയ ആ സിസ്റ്റം ഉപയോഗിച്ചാണ്. ഓർക്കുക, ഓരോ നിമിഷവും നിങ്ങൾ ശ്വസിക്കുന്നത് പോലും ഈ സിസ്റ്റത്തിനുള്ളിൽ ഇരുന്നു കൊണ്ടാണ്. നിങ്ങൾ അതറിയുന്നില്ല എന്ന് മാത്രം. ഇന്ന് ആ സിസ്റ്റം ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ തുറന്നു കാട്ടാം. എതിരാളികളെ എങ്ങനെ ഒതുക്കിയെന്നും സാമ്രാജ്യം തകർന്നപ്പോൾ എങ്ങനെ ഇരട്ടി ലാഭമുണ്ടാക്കിയെന്നും നാം കാണും. 150 വർഷങ്ങൾക്ക് ശേഷവും അതേ സാമ്പത്തിക ശക്തികൾ നമ്മെ നിയന്ത്രിക്കുന്നുണ്ട്. ഓർക്കുക, ഇതൊരു ചരിത്ര പഠനമല്ല, നമ്മുടെയെല്ലാം അതിജീവനത്തിൻ്റെ പാഠമാണ്. നമുക്ക് കാര്യങ്ങളിലേക്ക് കടക്കാം. ന്യൂയോർക്കിലെ റിച്ച്ഫോർഡിൽ 1839 ജൂലൈ 8 വൈരുദ്ധ്യങ്ങൾ നിറഞ്ഞ ഒരു കുടുംബത്തിലാണ് ജോൺ ഡി റോക്കഫെല്ലർ ജനിച്ചത്. പലപ്പോഴും വീട്ടിൽ നിന്ന് വിട്ടുനിൽക്കുന്ന, നാടു ചുറ്റി നടക്കുന്ന ഒരു കച്ചവടക്കാരനായിരുന്നു അദ്ദേഹത്തിൻ്റെ പിതാവ്. വ്യാജ ക്യാൻസർ മരുന്നുകൾ വിറ്റ് ഗ്രാമങ്ങൾ തോറും സഞ്ചരിക്കുന്ന ഒരു തട്ടിപ്പുകാരനായിരുന്നു അദ്ദേഹമെന്നും അഭിപ്രായപ്പെടുന്ന ചരിത്രകാരന്മാരുണ്ട്. എന്നാൽ അദ്ദേഹത്തിൻ്റെ അമ്മ എലിസയാകട്ടെ കർക്കശമായ ധാർമ്മിക അച്ചടക്കത്തോടെ വീട് നോക്കി നടത്തിയ തികഞ്ഞ ദൈവഭക്തിയുള്ള ഒരു ബാപ്റ്റിസ്റ്റ് വിശ്വാസിയായിരുന്നു. ഈ സവിശേഷതകളാണോ റോക്കഫെല്ലറിൻ്റെ വ്യക്തിത്വത്തെ രൂപപ്പെടുത്തിയത് എന്നത് വെറുമൊരു അനുമാനം മാത്രമാണ്. എന്നാൽ നമുക്കറിയാവുന്ന ഒരു കാര്യമുണ്ട്. ചെറുപ്പകാലം മുതലേ റോക്കഫെല്ലറിൽ ഒരു പ്രത്യേകതരം മനോഭാവം പ്രകടമായിരുന്നു. തൻ്റെ ദൗത്യം ശരിയാണെന്നുള്ള ഉറച്ച വിശ്വാസവും അതോടൊപ്പം തടസ്സങ്ങളെ ദയയില്ലാതെ നീക്കം ചെയ്യാനുള്ള മനോഭാവവും. എണ്ണ വ്യവസായത്തെ ഏകീകരിക്കുന്നത് ദൈവത്തിൻ്റെ പ്രവൃത്തിയാണെന്ന് അദ്ദേഹം ആത്മാർത്ഥമായി വിശ്വസിച്ചിരുന്നു. മത്സരമെന്നത് പാഴാണെന്നും പാപമാണെന്നും തൻ്റെ കുത്തകവൽക്കരണം ഒരു ഉയർന്ന ധാർമ്മിക ലക്ഷ്യം നിറവേറ്റുന്നുവെന്നും അദ്ദേഹം കരുതി. ഇതൊരു കപടമായ പബ്ലിക് റിലേഷൻസ് തന്ത്രമായിരുന്നില്ല. അദ്ദേഹത്തിൻ്റെ സ്വകാര്യ കത്തുകളും ഡയറിക്കുറിപ്പുകളും ഇതേ ആശയങ്ങൾ തന്നെയാണ് പങ്കുവെക്കുന്നത്. ആത്മാർത്ഥമായ ആ വിശ്വാസമാണ് അദ്ദേഹത്തെ കൂടുതൽ കാര്യക്ഷമതയുള്ളവനാക്കിയത്. അരാജകമായ ഒരു വ്യവസായത്തെ താൻ ക്രമപ്പെടുത്തുകയാണ് എന്ന് വിശ്വസിച്ചിരുന്നതിനാൽ എതിരാളികളെ തകർക്കുന്നതിൽ അദ്ദേഹത്തിന് യാതൊരു കുറ്റബോധവും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഖനനം ചെയ്യുന്നവൻ തകർന്നാലും റിഫൈനറി എന്നും ലാഭത്തിലായിരിക്കും. 1863 $4000 റോക്കഫെല്ലർ ബിസിനസ്സിലിറങ്ങി. ക്രൂഡ് ഓയിൽ ശുദ്ധീകരിച്ച് മണ്ണെണ്ണയാക്കുകയായിരുന്നു ലക്ഷ്യം. 2 വർഷത്തിനുള്ളിൽ അത് നഗരത്തിലെ ഒന്നാമനായി. പക്ഷെ അതുകൊണ്ട് മാത്രം കാര്യമില്ല. അവിടെ മത്സരിക്കാൻ വേറെയും 30 പേരുണ്ടായിരുന്നു. വിപണിയിൽ കടുത്ത പോരാട്ടം. വില കുറഞ്ഞുകൊണ്ടേയിരുന്നു. ലാഭം തീരെയില്ല.
പലരും ബിസിനസ് പൂട്ടാതിരിക്കാൻ കഷ്ടപ്പെട്ടു. റോക്കഫെല്ലറിന്റെ കുശാഗ്ര ബുദ്ധി തെളിഞ്ഞത് ഈ ഘട്ടത്തിലാണ്. വില കുറച്ച് മത്സരിക്കുന്നതിൽ അർത്ഥമില്ലെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. മത്സരം തന്നെ ഇല്ലാതാക്കണം. അതിനായി അദ്ദേഹം ഉപയോഗിച്ച മാർഗമാണ് ഇന്നത്തെ എല്ലാ വമ്പൻ കമ്പനികളുടെയും അടിസ്ഥാനശിലയായി മാറിയ വെർട്ടിക്കൽ ഇൻ്റഗ്രേഷൻ. ഉറവിടം സ്വന്തമാക്കുക, അതാണ് ഇതിൻ്റെ അർത്ഥം. ഒന്നുകൂടി ലളിതമായി പറഞ്ഞാൽ, കച്ചവടത്തിനു വേണ്ട അസംസ്കൃത വസ്തുക്കൾ പുറത്തുനിന്ന് വാങ്ങാതെ സ്വന്തമായി ഉണ്ടാക്കുക. ഉദാഹരണത്തിന്, നിങ്ങൾ ചായ വിൽക്കുന്ന ഒരു കടയുടെ ഉടമയാണെന്ന് സങ്കല്പിക്കുക. പാൽ ഡയറിയിൽ നിന്നും, പഞ്ചസാര പലചരക്ക് കടയിൽ നിന്നും, തേയില മൊത്തക്കച്ചവടക്കാരനിൽ നിന്നും, കപ്പ് പ്ലാസ്റ്റിക് കമ്പനിയിൽ നിന്നും വാങ്ങും. ഇവരെല്ലാം നിങ്ങളിൽ നിന്ന് ലാഭമെടുക്കുന്നുണ്ട്. എന്നാൽ സ്വന്തമായി ഒരു ഡയറി ഫാം, പഞ്ചസാര ഫാക്ടറി, തേയിലത്തോട്ടം, എന്തിന് കപ്പ് നിർമ്മാണം വരെ നിങ്ങൾ തന്നെ തുടങ്ങിയാലോ? അപ്പോൾ ആ ലാഭം മുഴുവൻ നിങ്ങളുടേതാകും. വിലക്കാർ ഇല്ല. അവർക്ക് കിട്ടേണ്ടിയിരുന്ന ലാഭവും നിങ്ങളുടേതാകും. ഇതാണ് റോക്കഫെല്ലർ ചെയ്തത്. മറ്റുള്ളവർ ക്രൂഡ് ഓയിൽ വാങ്ങി ശുദ്ധീകരിച്ച് മറിച്ചു വിറ്റു, അത്രമാത്രം. എന്നാൽ റോക്കഫെല്ലർ മറ്റു ചിലത് കൂടി ചെയ്തു. എണ്ണ നിറയ്ക്കാനുള്ള വീപ്പകൾ ഉണ്ടാക്കുന്ന ഫാക്ടറി അദ്ദേഹം സ്വന്തമാക്കി. 25 സെന്റിന് വാങ്ങിയിരുന്ന വീപ്പ 15 സെന്റിന് അദ്ദേഹം സ്വന്തമായി ഉണ്ടാക്കി. എണ്ണ കൊണ്ടുപോകാനുള്ള വാഗണുകൾ, സൂക്ഷിക്കാനുള്ള ഗോഡൌണുകൾ, കടകളിലേക്ക് നേരിട്ടെത്തിക്കാനുള്ള വിതരണ ശൃംഖല എല്ലാം അദ്ദേഹം സ്വന്തമായി പടുത്തുയർത്തി. ഇടനിലക്കാരെടുത്തിരുന്ന ലാഭം മുഴുവൻ റോക്കഫെല്ലറുടെ കീശയിലായി. ഫലമോ, വിപണിയിൽ ആർക്കും ചിന്തിക്കാൻ പോലും പറ്റാത്തത്ര കുറഞ്ഞ ചിലവിൽ ബിസിനസ് നടത്താൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. ഇവിടെയാണ് അദ്ദേഹം തൻ്റെ അടുത്ത തന്ത്രം പുറത്തെടുത്തത്. റെയിൽവേ കമ്പനികളുമായി രഹസ്യമായി റിബേറ്റ് കരാറുകൾ ഉണ്ടാക്കി. ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ വോളിയം ഡിസ്കൗണ്ട്. ഏറ്റവും കൂടുതൽ എണ്ണ കയറ്റി അയക്കുന്ന അദ്ദേഹമായതുകൊണ്ട് റെയിൽവേ പ്രത്യേക ഇളവുകൾ നൽകി. പക്ഷെ ഇതിലൊരു ചതി ഉണ്ടായിരുന്നു. സ്വന്തം എണ്ണയ്ക്ക് മാത്രമല്ല, എതിരാളികൾ അയക്കുന്ന എണ്ണയ്ക്ക് പോലും റോക്കഫെല്ലർക്ക് കമ്മീഷൻ കിട്ടിയിരുന്നു. അതായത് എതിരാളികൾ റെയിൽവേക്ക് മുഴുവൻ പണവും നൽകും. റെയിൽവേ അതിൽ നിന്നൊരു വിഹിതം റോക്കഫെല്ലർക്ക് കൊടുക്കും. സ്വന്തം എണ്ണയ്ക്ക് ഡിസ്കൗണ്ട്, എതിരാളികളുടെ എണ്ണയ്ക്ക് കമ്മീഷൻ. അതായിരുന്നു റോക്കഫെല്ലർ സ്റ്റൈൽ. ചിന്തിക്കണം, എതിരാളിയുടെ ചിലവിൽ റോക്കഫെല്ലർ വളരുകയായിരുന്നു. അന്നത്തെ കാലത്ത് ഇത് നിയമവിരുദ്ധമായിരുന്നില്ല. എന്നാൽ ഈ രീതി എതിരാളികളെ അപ്പാടെ തകർക്കുന്നു എന്ന് കണ്ടപ്പോൾ 1887 ഇന്റർസ്റ്റേറ്റ് കമേഴ്സ്യൽ ആക്റ്റും 1903 എൽക്കിൻസ് ആക്റ്റും അനുസരിച്ച് ഇത് നിരോധിച്ചു. ഇന്നത്തെ ആമസോണുമായി ഇതിനെ താരതമ്യം ചെയ്യാം. എതിരാളികൾക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത ഷിപ്പിംഗ് നിരക്കുകൾ ആമസോൺ നേടിയെടുക്കാറുണ്ട്. പക്ഷേ ഒരു വ്യത്യാസമുണ്ട്. ആമസോൺ എതിരാളിയുടെ കയ്യിൽ നിന്ന് കമ്മീഷൻ വാങ്ങുന്നില്ല. അതിന്ന് നിയമവിരുദ്ധമാണ്. ഉൽപാദന ചെലവ് നിയന്ത്രിക്കുന്നത് പോലെ തന്നെ പ്രധാനമാണ് സാധനങ്ങൾ ഒരിടത്തു നിന്നും മറ്റൊരിടത്തേക്ക് എത്തിക്കുന്ന ലോജിസ്റ്റിക്സ് നിയന്ത്രിക്കുന്നതും എന്നതായിരുന്നു റോക്കഫെല്ലറിന്റെ വലിയ തിരിച്ചറിവ്. മണ്ണെണ്ണയുടെ വില റോക്കഫെല്ലർ കുത്തനെ കുറച്ചു. എതിരാളികൾ വിൽക്കുന്ന ഓരോ ലിറ്ററിലും നഷ്ടം സഹിച്ചപ്പോൾ റോക്കഫെല്ലർ മാത്രം ലാഭം കൊയ്തു. ഇതായിരുന്നു അദ്ദേഹത്തിൻ്റെ മാസ്റ്റർ പ്ലാൻ. 1870 അദ്ദേഹം സ്റ്റാൻഡേർഡ് ഓയിൽ ഓഫ് ഒഹായോ ആരംഭിച്ചു, ക്ലീവ്ലാൻഡിലെ ഏറ്റവും വലിയ റിഫൈനറി. പക്ഷേ അമേരിക്കയിലെ മൊത്തം കണക്കെടുത്താൽ വെറും 4%. 100-ൽ വെറും 4 വീപ്പകൾ മാത്രം. റോക്കഫെല്ലറെ സംബന്ധിച്ചത് ഒന്നുമല്ലായിരുന്നു. അവിടെ അദ്ദേഹം തൻ്റെ തന്ത്രത്തിൻ്റെ 2ാം ഘട്ടം ആരംഭിച്ചു, ഹൊറിസോണ്ടൽ ഇൻ്റഗ്രേഷൻ. സപ്ലൈ ചെയിൻ മൊത്തം നിയന്ത്രിക്കുന്നതാണ് വെർട്ടിക്കൽ ഇൻ്റഗ്രേഷൻ എങ്കിൽ ഹൊറിസോണ്ടൽ ഇൻ്റഗ്രേഷൻ എന്നത് എതിരാളികളെ ഒന്നുകിൽ വിലയ്ക്ക് വാങ്ങലാണ്, അല്ലെങ്കിൽ കളത്തിന് പുറത്താക്കലാണ്. 1872 റോക്കഫെല്ലർ നടപ്പിലാക്കിയ ആ നീക്കത്തെ ചരിത്രകാരന്മാർ വിളിക്കുന്നത് ക്ലീവ്ലാൻഡ് മസാക്കർ അഥവാ ക്ലീവ്ലാൻഡ് കൂട്ടക്കൊല എന്നാണ്. പേര് കേൾക്കുമ്പോൾ തോന്നുന്ന അത്ര ഭീകരമായിരുന്നില്ല യാഥാർത്ഥ്യം. പക്ഷെ സാഹചര്യം രൂക്ഷമായിരുന്നു. ആവശ്യത്തിലധികം കമ്പനികൾ, കഴുത്തറപ്പൻ മത്സരം, തുച്ഛമായ ലാഭം,
കമ്പനികൾ തകർച്ചയുടെ വക്കിലെത്തി. ഈ അവസരം റോക്കഫെല്ലർ മുതലെടുത്തു. നഗരത്തിലെ ഓരോ റിഫൈനറിയെയും തേടി അദ്ദേഹം ഒരു ഓഫറുമായി ചെന്നു. എല്ലാം എനിക്ക് വിൽക്കുക, ന്യായമായ വില നൽകാം. ക്ലീവ്ലാൻഡിലെ സകല കമ്പനികളെയും സ്വന്തമാക്കാനുള്ള ആസൂത്രിതമായ ഒരു നീക്കമായിരുന്നു ഇത്. സ്വമേധയാ റിഫൈനറികൾ കൈമാറിയവരോട് അദ്ദേഹം ഉദാരമായി പെരുമാറി. അവർക്ക് അദ്ദേഹം മാന്യമായ വിലയും പലപ്പോഴും മാനേജർ സ്ഥാനങ്ങളും നൽകി ആദരിച്ചു. എന്നാൽ മുഖം തിരിച്ചവരോടോ ഒരു ഭീമൻ ശക്തിയോട് മത്സരിക്കുന്നതിൻ്റെ പ്രത്യാഘാതം എന്താണെന്ന് അദ്ദേഹം അവർക്ക് കാണിച്ചു കൊടുത്തു. ചെലവ് കുറഞ്ഞ ഉൽപാദന രീതികൾ അദ്ദേഹത്തിന് തുണയായി. അതുകൊണ്ട് തന്നെ നഷ്ടം സഹിച്ചും മണ്ണെണ്ണ വിറ്റ് എതിരാളികളെ അപ്പാടെ തകർക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു. ജയിക്കാനാകാത്ത യുദ്ധത്തേക്കാൾ ഭേദം കിട്ടിയ വിലയ്ക്ക് വിൽക്കുന്നതാണെന്ന് ഭൂരിഭാഗം പേരും തിരിച്ചറിഞ്ഞു. എതിർത്തു നിന്നവർക്കെല്ലാം പരാജയം മാത്രമായിരുന്നു ഫലം. 1872 അവസാനമായപ്പോഴേക്കും ക്ലീവ്ലാൻഡിലെ 26 റിഫൈനറികളിൽ 25ഉം റോക്കഫെല്ലറുടെ കൈപ്പിടിയിലായി. വെറും 3 മാസം കൊണ്ട് വിപണിയിലെ തൻ്റെ വിഹിതം 4% നിന്നും 25% അദ്ദേഹം ഉയർത്തി. ഇതൊരു നിയമവിരുദ്ധമായ നടപടിയായിരുന്നില്ല, മറിച്ച് വമ്പൻ ബിസിനസ് തന്ത്രങ്ങളുടെ ഭാഗമായിരുന്നു. പക്ഷെ അതൊരു പുതിയ രീതിക്ക് തുടക്കമിട്ടു. ആദ്യം മാന്യമായ ഒരു ഓഫർ നൽകുക, അത് നിരസിച്ചാൽ എതിർത്തു നിൽക്കുന്നത് വ്യർത്ഥമാണെന്ന് ബോധ്യപ്പെടുത്തുക, ഒടുവിൽ തകർന്നടിഞ്ഞ ആ ബിസിനസ് തുച്ഛമായ വിലയ്ക്ക് സ്വന്തമാക്കുക. കഴിഞ്ഞ 150 വർഷമായി പല വ്യവസായ ഭീമന്മാരും പയറ്റുന്ന, ഇന്നും തുടരുന്ന അതേ തന്ത്രം. പക്ഷേ ക്ലീവ്ലാൻഡ് കൊണ്ട് മാത്രം തൃപ്തിപ്പെടാൻ റോക്കഫെല്ലർ തയ്യാറല്ലായിരുന്നു. അദ്ദേഹത്തിന് അമേരിക്ക മുഴുവൻ വേണമായിരുന്നു. 1870കളിൽ സ്റ്റാൻഡേർഡ് ഓയിൽ രാജ്യമൊട്ടാകെ പടർന്നു പിടിച്ചു. ന്യൂയോർക്ക്, ഫിലാഡൽഫിയ, പിറ്റ്സ്ബർഗ്, ബാൾട്ടിമോർ നഗരങ്ങൾ മാറി. പക്ഷെ തന്ത്രങ്ങൾ ഒന്നായിരുന്നു: റെയിൽവേയുമായുള്ള രഹസ്യധാരണകൾ, കുറഞ്ഞ ചിലവിലുള്ള ഉൽപാദനം, വഴങ്ങാത്തവർക്ക് മേൽ ശ്വാസം മുട്ടിക്കുന്ന സാമ്പത്തിക സമ്മർദ്ദം. 1879ഓടെ അമേരിക്കയുടെ എണ്ണ വിപണിയുടെ 90% സ്റ്റാൻഡേർഡ് ഓയിൽ പിടിച്ചടക്കി. അതായത് വിപണിയിലെത്തുന്ന 100 ബാരലുകളിൽ 90ഉം റോക്കഫെല്ലറിൻ്റെതായിരുന്നു. ഇതൊരു സാധാരണ ബിസിനസ് ആയിരുന്നില്ല, ഇതൊരു മോണോപ്പൊളിയായിരുന്നു. എന്താണ് മോണോപ്പൊളി അഥവാ കുത്തക? ഒരു വ്യവസായം മുഴുവൻ ഒരാൾ വിഴുങ്ങുന്ന അവസ്ഥ. ഉപഭോക്താവിന് തിരഞ്ഞെടുക്കാൻ മറ്റൊരു വഴിയില്ലാതാവുക. മത്സരം മരിക്കുന്നിടത്താണ് കുത്തക ജനിക്കുന്നത്. എന്തുകൊണ്ടാണ് കുത്തകകൾ അപകടകരമാകുന്നത്? മത്സരമില്ലാതാകുമ്പോൾ വില തീരുമാനിക്കുന്നത് ഒരാൾ മാത്രമാകും. അയാൾക്ക് തോന്നുന്ന വിലയിടാം. ചോദ്യം ചെയ്യാൻ ജനങ്ങൾക്ക് വേറെ വഴിയില്ലല്ലോ. എന്നാൽ റോക്കഫെല്ലറുടെ യഥാർത്ഥ ബുദ്ധി തെളിഞ്ഞത് ഇവിടെയാണ്. കുത്തകകൾക്ക് 2 വലിയ കുഴപ്പങ്ങളുണ്ടെന്ന് അദ്ദേഹത്തിന് അറിയാം. 1, ഭരണകൂടം ഇടപെടും. 2, ജനം കുത്തകകളെ വെറുക്കുന്നു. വെറുപ്പിനും വലിയൊരു ശക്തിയുണ്ട്. ജനങ്ങൾ റോക്കഫെല്ലറിനെ വെറുത്തു തുടങ്ങിയിരുന്നു. പത്രങ്ങൾ അദ്ദേഹത്തിനെതിരെ എഴുതി. ഐഡ ടാർബൽ എന്ന പത്രപ്രവർത്തക സ്റ്റാൻഡേർഡ് ഓയിലിൻ്റെ ചരിത്രം തന്നെ പുസ്തകമാക്കി. റെയിൽവേയുമായുള്ള രഹസ്യ ഇടപാടുകളും എതിരാളികളെ തകർക്കാൻ വില കുറയ്ക്കുന്ന തന്ത്രങ്ങളും ഉൾപ്പെടെ റോക്കഫെല്ലറുടെ ഇരുണ്ട മുഖം അവർ പുറത്തു കൊണ്ടുവന്നു. ജനരോഷം ആളിക്കത്തി. ക്രൂരമായ ബിസിനസ് തന്ത്രങ്ങളിലൂടെ കുത്തക കെട്ടിപ്പടുത്തവരെ വിളിക്കുന്ന റോബർ ബാരൺ എന്ന ചീത്തപ്പേര് അദ്ദേഹത്തിന് വീണു. 1900 ആയപ്പോഴേക്കും അമേരിക്കയിലെ ഏറ്റവും വലിയ വിവാദ നായകനായി അദ്ദേഹം മാറി. ഈ 2 പ്രശ്നങ്ങൾക്കും അദ്ദേഹത്തിനൊരു പരിഹാരം വേണമായിരുന്നു. അദ്ദേഹം അത് കണ്ടെത്തുക തന്നെ ചെയ്തു. ഇന്നത്തെ വമ്പൻ കമ്പനികളുടെ ഘടനയെ തന്നെ മാറ്റിമറിച്ച ആ പരിഹാരം എന്തായിരുന്നു? നമുക്ക് നോക്കാം. ഇപ്പോൾ റോക്കഫെല്ലറിന് മുന്നിൽ 2 വലിയ വെല്ലുവിളികൾ. 1, കുത്തകാവകാശം സർക്കാരിൻ്റെ ശ്രദ്ധ ക്ഷണിച്ചു വരുത്തും. 2, ജനങ്ങൾ അയാളെ വെറുക്കുന്നു. ഇതിന് രണ്ടിനുമാണ് പരിഹാരം കാണേണ്ടിയിരുന്നത്. അങ്ങനെ 1882 കോർപ്പറേറ്റ് അമേരിക്കയുടെ ചരിത്രം തിരുത്തി എഴുതിയ ആ നീക്കം അയാളുടെ അഭിഭാഷകർ നടത്തി. അതിൻ്റെ പേരായിരുന്നു ദ സ്റ്റാൻഡേർഡ് ഓയിൽ ട്രസ്റ്റ്. ഇവിടെയാണ്
റോക്ക് ഫെല്ലറിൻ്റെ യഥാർത്ഥ ഇന്നൊവേഷൻ നമ്മൾ കാണുന്നത് അന്ന് അതിർത്തികൾക്കപ്പുറം ബിസിനസ് ചെയ്യാൻ നിയമം അനുവദിച്ചിരുന്നില്ല. ഒഹായോവിലെ സ്റ്റാൻഡേർഡ് ഓയിലിന് ന്യൂയോർക്കിലെ ഒരു കമ്പനിയെ ഏറ്റെടുക്കാൻ നിയമം തടസ്സമായി നിന്നു. എന്നാൽ തോറ്റുകൊടുക്കാൻ റോക്കഫെല്ലർ തയ്യാറല്ലായിരുന്നു. അദ്ദേഹം അതിലൊരു പഴുത് കണ്ടെത്തുക തന്നെ ചെയ്തു. അങ്ങനെ ദ ട്രസ്റ്റ് പിറവിയെടുത്തു. എന്താണ് ഒരു ട്രസ്റ്റ്? ലളിതമായി പറയാം, 10 കടയുടമകൾ തങ്ങളുടെ സ്ഥാപനങ്ങൾ ഒരു വമ്പൻ വ്യാപാരിയെ ഏൽപ്പിക്കുന്നു എന്ന് കരുതുക. കടലാസിൽ പേര് പഴയ ഉടമസ്ഥരുടേത് തന്നെ. പുറമേ കാണുന്ന പേരുകൾ എന്തു തന്നെയായാലും തിരശീലയ്ക്ക് പിന്നിലിരുന്ന് ആ കടകളെല്ലാം ഭരിക്കുന്നത് ആ വമ്പൻ വ്യവസായി ആയിരിക്കും. എല്ലാം അയാളുടെ സിസ്റ്റത്തിൻ്റെ ഭാഗമാകുന്നു. കൃത്യമായി ഇതുതന്നെയാണ് റോക്കഫെല്ലർ നടപ്പിലാക്കിയത്. തൻ്റെ എല്ലാ കമ്പനികളുടെയും ഓഹരികൾ അദ്ദേഹം ആ ട്രസ്റ്റിലേക്ക് മാറ്റി. അതിനെ നിയന്ത്രിക്കാൻ 41 പേർ, എല്ലാവരും റോക്കഫെല്ലറിൻ്റെ വിശ്വസ്തർ. സ്വാഭാവികമായും ഏറ്റവും കൂടുതൽ ഓഹരികൾ റോക്കഫെല്ലറിന് സ്വന്തം. രേഖകളിൽ 34 കമ്പനികൾ, എന്നാൽ അധികാരം ഒരൊറ്റ കേന്ദ്രത്തിൽ. അമേരിക്കൻ ചരിത്രത്തിലെ ആദ്യത്തെ വമ്പൻ കോർപ്പറേറ്റ് ട്രസ്റ്റ്. അത് കണ്ടതോടെ മറ്റുള്ളവരും ആ വഴി തിരഞ്ഞെടുത്തു. ഷുഗർ ട്രസ്റ്റ്, ടുബാക്കോ ട്രസ്റ്റ്, സ്റ്റീൽ ട്രസ്റ്റ്, അങ്ങനെ പലതും രൂപം കൊണ്ടു. ഇന്നത്തെ ഈ കോർപ്പറേറ്റ് ട്രസ്റ്റുകളുടെ എല്ലാം വേരുകൾ ചെന്നെത്തുന്നത് റോക്ക്ഫെല്ലറിൻ്റെ 1882 ആ ട്രസ്റ്റിലേക്കാണ്. അന്ന് അദ്ദേഹം തുടങ്ങിയ ആ സമ്പ്രദായം ഇന്നും ലോകം പിന്തുടരുന്നു. 1904 ആയപ്പോഴേക്കും അമേരിക്കയിലെ 91% എണ്ണ ശുദ്ധീകരണവും 85% വിപണനവും സ്റ്റാൻഡേർഡ് ഓയിൽ പിടിച്ചടക്കി. റോക്കഫെല്ലർ ലോകത്തിലെ ഏറ്റവും വലിയ ധനികനായി മാറി. അന്ന് അദ്ദേഹത്തിൻ്റെ ആസ്തി $900 മില്യൺ ആയിരുന്നു. ഇന്നത്തെ മൂല്യം വെച്ച് നോക്കിയാൽ $400 ബില്യൺ. ഇത് കേൾക്കുമ്പോൾ സ്വാഭാവികമായും ഒരു ചോദ്യം നിങ്ങളുടെ മനസ്സിൽ ഉയർന്നേക്കാം. റോക്കഫെല്ലറിനെ പോലെ ഇന്ത്യയിൽ ആരായിരുന്നു? ഇതേ തന്ത്രങ്ങൾ ആദ്യമായി ഇവിടെ പയറ്റിയതാരാണ്? ഉത്തരം ഒന്നേയുള്ളൂ, ധീരുഭായി അംബാനി. റോക്കഫെല്ലറുടെ ശൈലിയോട് ഏറ്റവും ചേർന്ന് നിൽക്കുന്ന ഇന്ത്യൻ വ്യവസായി. ഇനി നമുക്ക് 1911 അമേരിക്കയിലേക്ക് പോകാം. അവിടെ റോക്കഫെല്ലറെ കാത്തിരുന്നത് മറ്റൊരു വലിയ വെല്ലുവിളിയായിരുന്നു. സ്വന്തം പ്രതിച്ഛായ. ജനങ്ങൾ അദ്ദേഹത്തെ വെറുത്തു തുടങ്ങി. ഐഡ ടാർവെൽ എന്ന പത്രപ്രവർത്തക സ്റ്റാൻഡേർഡ് ഓയിലിൻ്റെ ഉള്ളുകള്ളികൾ ഒരു പുസ്തകത്തിലൂടെ വെളിച്ചത്ത് കൊണ്ടുവന്നു. രഹസ്യ ഡീലുകൾ, എതിരാളികളെ തകർക്കാൻ വേണ്ടിയുള്ള വില കുറയ്ക്കൽ എല്ലാം പുറത്തായി. അതോടെ ജനരോഷം ആളിക്കത്തി. സുപ്രീം കോടതിയുടെ വിധി വന്നു. സ്റ്റാൻഡേർഡ് ഓയിലിനെ 34 കമ്പനികളാക്കി മാറ്റി. റോക്കഫെല്ലറുടെ പതനം പൂർത്തിയായി. കളി തീർന്നു. പക്ഷേ സത്യം അതായിരുന്നില്ല. പിളർക്കപ്പെട്ട എല്ലാ കമ്പനികളിലും ഓഹരി ഉടമയായി റോക്കഫെല്ലർ തുടർന്നു. പേര് മാറി, കഷണങ്ങൾ മാറി, പക്ഷേ രാജാവ് മാറിയില്ല. സ്റ്റാൻഡേർഡ് ഓയിൽ ഓഫ് ന്യൂജേഴ്സി പിന്നീട് എക്സോണായി മാറി. സ്റ്റാൻഡേർഡ് ഓയിൽ ഓഫ് ന്യൂയോർക്ക് മൊബിലായും സ്റ്റാൻഡേർഡ് ഓയിൽ ഓഫ് കാലിഫോർണിയ ഷെവറോണായി മാറി. സ്റ്റാൻഡേർഡ് ഓയിൽ ഓഫ് ഇന്ത്യാന അമോക്കോ ആയി. സ്റ്റാൻഡേർഡ് ഓയിൽ ഓഫ് ഒഹായോ പിന്നീട് BP ഏറ്റെടുത്തു. എന്നാൽ യഥാർത്ഥ ട്വിസ്റ്റ് ഇതൊന്നുമല്ല. കമ്പനി 34 കഷണങ്ങളായപ്പോൾ $660 ഉണ്ടായിരുന്ന ഓഹരിയുടെ മൂല്യം $900 കുതിച്ചുയർന്നു. സാമ്രാജ്യം തകർത്തവർക്ക് പിഴച്ചു. ആ വിഭജനം റോക്കഫെല്ലറെ പഴയതിലും വലിയ കോടീശ്വരനാക്കി മാറ്റി. എങ്ങനെയെന്നല്ലേ? ഒരു വലിയ കുത്തകയെ 34 കഷണങ്ങളാക്കി. പക്ഷേ ഓരോ കഷണവും അതത് മേഖലയിലെ രാജാവായി തുടർന്നു. കുത്തക തകരുകയല്ല, 34 പെരുകുകയാണ് ചെയ്തത്. ഓരോ സ്ഥലത്തും ഓരോ രാജാവ്. 100 വർഷങ്ങൾക്ക് ശേഷം ആ ചിതറിയ കഷ്ണങ്ങൾ മിക്കതും വീണ്ടും കൂടിച്ചേർന്നു. എക്സോണും മൊബിലും ഒന്നായി എക്സോൺ മൊബിൽ പിറന്നു. ഷെവറോണും BPയും ബാക്കിയുള്ളവയെ വിഴുങ്ങി. 1911 തകർത്ത ആ കുത്തക ഒരു നൂറ്റാണ്ടുകൊണ്ട് നിശബ്ദമായി പുനർജനിച്ചു. പേരുകൾ മാത്രമേ മാറിയുള്ളൂ. നിയമത്തെ അനുസരിക്കാൻ വേണ്ടി മാത്രം ഉടഞ്ഞു. ഒടുവിൽ നിശബ്ദമായി വീണ്ടും ഒന്നായി. സ്റ്റാൻഡേർഡ് ഓയിലല്ല റോക്ക്ഫെല്ലറുടെ യഥാർത്ഥ പൈതൃകം.
അദ്ദേഹം രൂപപ്പെടുത്തിയ സിസ്റ്റമാണ്. ആ സിസ്റ്റത്തിലെ ഏറ്റവും ബുദ്ധിപരമായ അധ്യായമായിരുന്നു ഫിലാൻത്രോപ്പി അഥവാ ജീവകാരുണ്യം. 1913 ഇന്നത്തെ മൂല്യം വെച്ച് നോക്കിയാൽ ഏകദേശം 40,000 കോടി രൂപ മുതൽ മുടക്കിൽ അദ്ദേഹം റോക്കഫെല്ലർ ഫൗണ്ടേഷൻ ആരംഭിച്ചു. ആരോഗ്യത്തിനും വിദ്യാഭ്യാസത്തിനും വേണ്ടി വാരിക്കോരി ചെലവഴിച്ചു. പുറത്തുനിന്ന് നോക്കുമ്പോൾ ഇതൊരു മഹത്തായ സേവനമാണ്. പക്ഷേ വിമർശകർ കണ്ടത് മറ്റൊന്നാണ്: നികുതി ലാഭിക്കാനുള്ള തന്ത്രം. സർക്കാരിലേക്ക് പോകേണ്ടിയിരുന്ന പണം ഫൗണ്ടേഷന്റെ രൂപത്തിൽ സ്വന്തം വരുതിയിൽ തന്നെ നിലനിർത്തി. മാത്രമല്ല, റോക്കഫെല്ലർ തൻ്റെ ഫൗണ്ടേഷന്റെ നിയന്ത്രണം ഏൽപ്പിച്ചത് പൂർണ്ണമായും തൻ്റെ വിശ്വസ്തരെയായിരുന്നു. അതുകൊണ്ട് തന്നെ മരണശേഷവും ആ പണം എവിടേക്ക് പോകുന്നുവെന്ന് തീരുമാനിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. ബിസിനസ്സിലെ ക്രൂരതകളുടെ പേരിൽ വെറുക്കപ്പെട്ട ഒരു മനുഷ്യൻ പെട്ടെന്ന് ലോകം കണ്ട ഏറ്റവും വലിയ ജീവകാരുണ്യ പ്രവർത്തകനായി മാറി. നികുതി ഇളവുകൾ നേടിയെടുക്കുന്നതിനൊപ്പം തൻ്റെ സമ്പത്തിനെ സമൂഹത്തിന്മേലുള്ള സ്വാധീനമാക്കി മാറ്റാൻ ഈ ഫൗണ്ടേഷൻ മോഡൽ അദ്ദേഹത്തെ സഹായിച്ചു. മെഡിക്കൽ കോളേജുകൾക്കും മറ്റും നൽകിയ ഫണ്ടുകൾക്ക് പിന്നിൽ ചില അദൃശ്യ നിബന്ധനകളുണ്ടായിരുന്നു. 1910 ഫ്ലെക്സ്നർ റിപ്പോർട്ട് ഇതിനൊരു ഉദാഹരണമാണ്. പാരമ്പര്യ ചികിത്സകളെ തഴഞ്ഞുകൊണ്ട് ഫാർമസ്യൂട്ടിക്കൽസ്, അതായത് രാസ ഔഷധങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള ആധുനിക വൈദ്യശാസ്ത്രത്തിലേക്ക് അമേരിക്കൻ മെഡിക്കൽ വിദ്യാഭ്യാസത്തെ മാറ്റിയത് ഈ റിപ്പോർട്ടാണ്. ഇവിടെയാണ് അദ്ദേഹത്തിൻ്റെ ബിസിനസ്സുമായുള്ള ബന്ധം നാം കാണേണ്ടത്. സ്റ്റാൻഡേർഡ് ഓയിലിൻ്റെ കെമിക്കൽ വിഭാഗത്തിൽ നിന്നാണ് പിന്നീട് പല വമ്പൻ ഫാർമസ്യൂട്ടിക്കൽ കമ്പനികളും ജനിച്ചത്. അതായത് റോക്കഫെല്ലറുടെ സാമ്രാജ്യത്തിന് തന്നെ ലാഭമുണ്ടാക്കുന്ന ഒരു പുതിയ സിസ്റ്റം സൃഷ്ടിക്കാൻ ഈ ഫൗണ്ടേഷൻ സഹായിച്ചു. ഇന്ന് നിങ്ങൾ കാണുന്ന ലോകത്തെ എല്ലാ ശതകോടീശ്വരന്മാരും പിന്തുടരുന്നത് ഇതേ തന്ത്രമാണ്. ഇതൊരു വെറും പരോപകാരമാണോ അതോ പൊതുസമ്പത്തിന്മേലുള്ള അധികാര പ്രയോഗമാണോ? ഉത്തരം നിങ്ങളുടെ കാഴ്ചപ്പാടിനെ ആശ്രയിച്ചിരിക്കും. എന്നാൽ ഒന്നറിയുക, ഇതൊരിക്കലും വെറുമൊരു ദാനധർമ്മമല്ല. നികുതി ലാഭിക്കാനും പ്രതിച്ഛായ വർദ്ധിപ്പിക്കാനും ഗവൺമെൻറ് നയങ്ങളെ സ്വാധീനിക്കാനുമുള്ള ഏറ്റവും മികച്ചൊരു ആയുധമാണിത്. റോക്കഫെല്ലർ ഇതിനെ അടിത്തറയിട്ടു. ഇന്നത്തെ കോടീശ്വരന്മാർ അത് കൂടുതൽ മിനുക്കിയെടുത്തു. റോക്കഫെല്ലർ കുടുംബം ഇന്നും ശക്തമായി നിലനിൽക്കുന്നു. അദ്ദേഹത്തിൻ്റെ കൊച്ചുമകൻ ഡേവിഡ് റോക്കഫെല്ലർ 50 വർഷത്തോളമാണ് ആഗോള സാമ്പത്തിക ലോകം അടക്കി ഭരിച്ചത്. സ്റ്റാൻഡേർഡ് ഓയിൽ തുടങ്ങിയിട്ട് 150 വർഷങ്ങൾ കഴിഞ്ഞിരിക്കുന്നു. എന്നാൽ അന്ന് സൃഷ്ടിച്ച അതേ സിസ്റ്റത്തിലൂടെ ആ കുടുംബം ഇന്നും ലോകത്തെ സ്വാധീനിച്ചു കൊണ്ടേയിരിക്കുന്നു. റോക്കഫെല്ലറുടെ കുടുംബത്തെ നമുക്ക് മാറ്റി നിർത്താം. യഥാർത്ഥ പ്രശ്നം അതല്ല. പ്രശ്നം അദ്ദേഹത്തിൻ്റെ രീതികളാണ്. ആമസോണിലും ഗൂഗിളിലും ബാങ്കുകളിലും, എന്തിന് നമ്മുടെ റിലയൻസിലും അദാനിയിലുമൊക്കെ നമ്മൾ കാണുന്നത് അതേ തന്ത്രങ്ങളാണ്. ഈ സിസ്റ്റത്തിൽ നിന്നും പുറത്തു കടക്കുക എന്നത് വളരെ ബുദ്ധിമുട്ടാണ്. എന്നാൽ ഇതിനെ തിരിച്ചറിയുക എന്നതാണ് നിങ്ങളുടെ ഏറ്റവും വലിയ ശക്തി. ഈ സിസ്റ്റത്തെ മനസ്സിലാക്കുക. പണം ഒഴുകുന്നത് എങ്ങോട്ടാണെന്ന് തിരിച്ചറിയുക. റോക്കഫെല്ലർ സ്റ്റാൻഡേർഡ് ഓയിലിൻ്റെ ഉപഭോക്താവായിരുന്നില്ല, ഉടമയായിരുന്നു. പണം ഒഴുകിയത് അദ്ദേഹത്തിൽ നിന്നല്ല, അദ്ദേഹത്തിലേക്കാണ്. ഈ തിരിച്ചറിവാണ് നിങ്ങളുടെ യഥാർത്ഥ ശക്തി. റോക്കഫെല്ലർ വിശ്വസിച്ചത് സർവൈവൽ ഓഫ് ദി ഫിറ്റസ്റ്റ് എന്ന തത്വത്തിലാണ്. ബിസിനസ്സിൽ ആ തത്വം ഇന്നും തുടരുന്നു. പക്ഷേ ഒന്നുണ്ട്, ഇന്നു മുതൽ നിങ്ങൾ വെറുമൊരു ഇരയല്ല, കാര്യങ്ങൾ ബോധ്യമുള്ള ഒരു വ്യക്തിയാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് പുതിയൊരു കാഴ്ചപ്പാട് നൽകിയെങ്കിൽ കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക. വീണ്ടും മറ്റൊരു വീഡിയോയുമായി നമുക്ക് കാണാം. അതുവരെ എല്ലാവർക്കും നമസ്കാരം.